പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. മതി, സ്തോത്ര. നാം അവൻ്റെ സന്നിധിയിൽ അവൻ ഒന്നാമത്തേതിനെ നീക്കി രണ്ടാമത്തേതിനെ ദൈവം സ്ഥാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തെന്നറിയാമോ? നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ നമ്മെ യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അപ്പോൾ ഇന്ന് പകൽക്കാലം നമ്മുടെ തിരഞ്ഞെടുപ്പ് എവിടെയാണ് വന്നത്? ആമേൻ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഒന്നാമത്തെ പ്രമാണത്തിനകത്ത് യാക്കോബിൻ്റെ തലമുറയിൽ 12 ഗോത്രങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു. ആമേൻ. ഒന്നാമത്തെ പ്രമാണത്തിനകത്ത് തിരഞ്ഞെടുപ്പ് നടന്നത് ഭൂമിയിലാണ്. പക്ഷേ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് ഭൂമിയിലല്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വെളിപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആമേൻ സന്തോഷിക്കുന്നുള്ളവർ സന്തോഷിച്ചോണം, സ്തോത്രം പറയുന്നുള്ള സ്തോത്രം പറഞ്ഞോണം. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമുഖത്താർക്കും ലഭിക്കാത്ത ഭാഗ്യ പദവി ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുമ്പോൾ ആ പദവികളെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞോണം. നമ്മളെക്കാൾ ശ്രേഷ്ഠർ, നമ്മളെക്കാൾ സമ്പന്നർ, നമ്മളെക്കാൾ യോഗ്യർ ഈ ഭൂമിയിൽ ആമേൻ ബാംഗ്ലൂർ പട്ടണത്തിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികളുള്ളപ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് നമുക്കൊരു തെരഞ്ഞെടുപ്പ് കിട്ടിയെങ്കിൽ അവൻ എഴുന്നേറ്റ് നിന്നോ തുള്ളിച്ചാടിയോ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചോണം. ഇന്ന് പകൽ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് ഭൂമിയിൽ നിന്നാണെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞ് നിന്റെ തിരഞ്ഞെടുപ്പ് വന്നത് അവൻ ഉയരത്തിൽ നിന്നാണ്. അവൻ അതിന്റെ കാലാവധി എന്ന ലോക സ്ഥാപനത്തിന് മുൻപേ, ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ നിന്നെ ദൈവം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. 1 കോടി രൂപ ലോട്ടറി, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. തിരഞ്ഞെടുപ്പിനകത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്തു, ലക്ഷക്കണക്കിന് ജനങ്ങൾ എടുത്തു. പക്ഷെ ആമേൻ അതിനകത്തു നിന്നൊരു തിരഞ്ഞെടുപ്പ് നടത്തി. ഒരുവന് ആമേൻ 25 കോടി രൂപ അടിച്ചു എന്ന് പറഞ്ഞാൽ ആമേൻ ഇന്ന് പകൽ അത് നിങ്ങളുടെ പേരാണെങ്കിൽ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളുടെ സന്തോഷം എന്തായിരിക്കും? ഹലോ, വെറുതെ കൊതിപ്പിക്കല്ലേ പാസ്റ്റർ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ സന്തോഷം എന്തായിരിക്കും? ഇന്ന് പകൽ ഒന്ന് ചിന്തിച്ചു നോക്കേ. ആമേ, കോടാനിക്കോട് ജനമുള്ളതിൻ്റെ നടുവിൽ വെച്ച് ആമേ ലോകസ്ഥാപനത്തിന് മുൻപേ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ദൈവകുഞ്ഞ് നിന്റെ തിരഞ്ഞെടുപ്പ് ഭൂമിയിൽ വെച്ചല്ല, നിന്റെ തിരഞ്ഞെടുപ്പ് നടന്നത് ആമേ ലോകസ്ഥാപനത്തിന് മുമ്പേ ആ ദൈവപുത്രനിൽ ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി എന്തിനു വേണ്ടിയാ തിരഞ്ഞെടുത്തത് ദൈവം? സ്തോത്രം. എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തേ? അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. അവൻ്റെ തിരഞ്ഞെടുപ്പിനകത്ത് ദൈവകുഞ്ഞ നീ കയറിയോ? നിന്റെ പേരെന്താ? ആമേൻ, വിശുദ്ധരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം മുഴുവനും നിന്നെ അശുദ്ധനെന്ന് പറഞ്ഞാലും, പിശാച് ചുറ്റും നിന്ന് ആമേൻ നീ കളങ്കമുള്ളവനെന്ന് പറഞ്ഞാലും, ഇന്ന് പകൽ ഒരുവൻ നിന്നുകൊണ്ട് വിളിച്ചു പറയുക, ആമേൻ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് ഈ ഭൂമിയിൽ എന്റെ വിശുദ്ധിയെ വഹിപ്പാൻ, എന്റെ നിഷ്കളങ്കതയെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സ്തോത്ര, 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 സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ എൻ്റെ പേരാ വിശുദ്ധൻ.
ആമേൻ ഹല്ലേലൂയ നമ്മളെ തിരഞ്ഞെടുത്തത് ആമേൻ ഹല്ലേലൂയ ആമേൻ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. ഹല്ലേലൂയ ആമേൻ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകാനാണ് നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അവൻ്റെ ഒരു ഭാഗമാകാൻ നമ്മളെ വിളിച്ചിരിക്കുക. ഇന്ന് പകൽ നമ്മുടെ അനുഗ്രഹം സ്വർഗത്തിൽ നിന്നാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പും എവിടെ നിന്നാ? ഓ സ്തോത്രം 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 സ്തോത്രം. ഇന്ന് പകൽ ഈ വചനമൊക്കെ പറയുമ്പോൾ സന്തോഷിച്ചോണം. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ ആമേ സ്തോത്രം ഹല്ലേലൂയ പിശാച് അടങ്ങിയിരിക്കത്തില്ല. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഞാൻ എന്ന് ഈ വെളിപ്പാട് പ്രസംഗിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ എൻ്റെ പോരാട്ടം ചില്ലറയല്ല. ഞാൻ പറഞ്ഞു, ഇനി പിശാചെ നീ എത്ര എന്നോട് പോരാടിയാലും ആമേ സ്തോത്രം ഞാൻ വിട്ടുതരത്തില്ല. ഇത് സഭയ്ക്ക് വെളിപ്പെടുത്തും. ആമേൻ. പിശാച് പറയുന്നത് ഈ മർമ്മം എന്ത് ചെയ്യരുത്? സഭയ്ക്ക് വെളിപ്പെടരുത്. എന്താ വെളിപ്പെടരുത്? ദൈവകുഞ്ഞ നിന്നെ വിളിച്ചത് നിന്റെ വിളിക്കകത്ത് തന്നെ എന്താ കിടക്കുന്നത്? വിശുദ്ധി കിടക്കുകയാ. പിശാചിന് കുറ്റം പറയുവാൻ പറ്റത്തില്ല. നിന്നെ വിളിച്ചത് തന്നെ വിശുദ്ധിക്ക് വേണ്ടിയാ. ദൈവകുഞ്ഞ നിന്നെ വിളിച്ചത് തന്നെ അവന്റെ നിഷ്കളങ്കത്വം അവന്റെ തേജസ് ചുമക്കാനാ നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. ഈ വേറെ എന്ത് വേണോ, ചെങ്കിടൽ പിളർന്നോ ആമേൻ അല്ല എരികോ മതിലിടിച്ചോ, പിശാചിനൊരു വിഷയവുമില്ല. പിശാച് നമ്മളെ കൂടെ നിൽക്കും. ആമേ സ്വത്ര അവനും വേണമെങ്കിൽ വന്ന് കൂടെ ഇടിക്കും, അതിനെ തള്ളിയിടും. ആമേ കഴിയുമെങ്കിൽ അവൻ നമ്മളെ പുറത്തോട്ട് തന്നെ ആ മതിലെല്ലാം കൂടെ ആമേൻ ഇടിച്ച് തള്ളിയിട്ട് നമ്മളെ ഒതുക്കാൻ നോക്കും. ഇതൊന്നും പ്രശ്നമല്ല. ആമേ സ്വത്ര ഹല്ലേലൂയ. ഈ മതിലിടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ആമേൻ ഇസ്രായേൽ മക്കളെല്ലാം ആർപ്പിട്ടപ്പോൾ മതിൽ ഇടിഞ്ഞു. ഈ മതിലിടിപ്പ് ശുശ്രൂഷയാണെങ്കിൽ ഇവിടെ ആരും മിണ്ടാതിരിക്കാത്ത എല്ലാവരും കൈയടിക്കും, ആമേൻ എഴുന്നേറ്റ് നിൽക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷേ ഈ കാര്യങ്ങൾ ഈ ഉയരത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ആമേൻ ഈ ഉയരത്തിൻ്റെ പ്രത്യേകത എന്താ? ഇത് ആത്മാവകത്തുള്ളവന് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഇത് സ്വർഗമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ വചനം, ഈ വെളിപ്പാടുകൾ ഭൂമിയിൽ നിന്ന് വന്നതല്ല. ഈ നിയമങ്ങൾ ഭൂമിയിൽ ആമേൻ നിന്ന് വന്നതല്ല. ഇത് ഉയരത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഇന്ന് പകൽ ആമേൻ സ്തോത്രം ഒരുവന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ ആമേൻ ഉയരത്തിൽ നിന്ന് വരുന്നതിനെ ആമേൻ ചിലർ അതിനെ ചാടി പിടിക്കും. ഹല്ലേലൂയ. നിലനിൽക്കുന്നതിനെ ചാടി പിടിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ നമ്മളെ വിളിച്ചതും എടുത്തും എല്ലാം കർത്താവ് ആമേൻ. ഞാൻ ഒരു ഭാഗം കൂടെ വായിച്ച് നമ്മൾ ഒരുമിച്ച് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ പോകുക. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നു ദൈവമക്കളെ, നമ്മൾ അഭിമാനത്തോടുകൂടെ ജീവിക്കണം. നമുക്കൊരു ആമേൻ സ്തോത്രം ഹല്ലേലൂയ. വചനം പറഞ്ഞു 7-10 ഏറെയായാൽ ഹല്ലേലൂയ സ്തോത്രം 7-10 ഏറെയായാൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം, ഇനി എത്ര കാലം കൂടെ. ആമേൻ ഹല്ലേലൂയ. പാട്ടുകാരൻ പറഞ്ഞു, നീളുമായി സത് നനച്ചാൽ. ഓ സ്തോത്രം, അത് പറയും വേണ്ട. ആമേൻ സ്തോത്രം. അപ്പോൾ ഏകദേശമൊക്കെ സമയം അടുത്തിരിക്കുന്ന നമ്മൾ ഇനിയെങ്കിലും എന്ത് ചെയ്യണം? ആമേൻ സ്തോത്രം. നമ്മൾ വളരെ പ്രാർത്ഥനയോടെ ആമേൻ ഇന്ന് പകൽക്കാലം നമ്മൾ ആയിരിക്കുക. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഒന്നാമത്തെ പ്രമാണവും രണ്ടാമത്തെ പ്രമാണം തമ്മിലുള്ള ആമേൻ സ്തോത്രം താരതമ്യം നമ്മൾ അറിയണം. ഇതറിഞ്ഞിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഈ വചനത്തിൽ വേണം. അല്പ അഹങ്കാരം ആമേൻ കൊള്ളുന്നെങ്കിൽ ഈ വചനത്തിനകത്ത് അല്പ അഹങ്കാരം കൊള്ളണം. ഇച്ചിരി ഞെളിച്ചിൽ കാണിക്കുന്നെങ്കിൽ ഈ വചനം കേട്ടിട്ട് ഇതിനെ പിടിച്ചു വച്ചിട്ട് ആമേൻ പിശാചിന്റെ മുമ്പിൽ തലകുനിച്ചല്ല നിൽക്കേണ്ടത്. ആമേൻ തല നിവർത്തി നിന്നുകൊണ്ട് അഭിമാനത്തോടെ. ഓ ഹല്ലേലൂയ. അല്പ അഹങ്കാരം കാണിക്കുന്നെങ്കിൽ ആമേൻ സ്തോത്രം ഈ വചനത്തിന്റെ മുമ്പിലായിരിക്കണം നമ്മൾ. ഹല്ലേലൂയ. നമുക്കൊരു വചനഭാഗം വായിക്കാം. ആമേൻ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം സ്തോത്രം 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. അവൻ നിങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അപ്പോൾ ഇന്ന് പകൽ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തെ നിയമവും രണ്ടാമത്തെ നിയമവും തമ്മിൽ നമ്മൾ വളരെ
വ്യക്തമായി നമ്മൾ പഠിക്കുകയും അതിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യണം. അപ്പോഴാണ് ക്രിസ്തീയ ജീവിതം ആനന്ദകരമായി മാറുന്നത്. അവിടെയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പറഞ്ഞു അവൻ ഞങ്ങളെ, ആമേൻ സ്തോത്രം. ഈ ലേഖനങ്ങളുടെ ഏറ്റവും മർമ്മപ്രധാനമായ കീ വാക്യമാണ് ആമേൻ ഇവിടെ നമ്മൾ വായിച്ചത്. സ്തോത്രം. ആമേൻ. പൗലോസ് വെളിപ്പെടുത്തുക, അവൻ ഞങ്ങളെ, ആരാ? കർത്താവ് ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. ആമേൻ. പ്രാപ്തരാക്കി. ആമേൻ. ഇവിടെ പ്രാപ്തിയുള്ളവരല്ല ദൈവം വിളിച്ചത്. പ്രാപ്തിയില്ലാത്തവരെ ദൈവം കൊണ്ടുവന്നിട്ട് അവരെ ആരാക്കി മാറ്റി? പ്രാപ്തരാക്കി മാറ്റി. ഇന്ന് പകൽ ദൈവം നമ്മളെ ആരാക്കി മാറ്റും? സ്തോത്രം, സ്തോത്രം. അപ്പോൾ സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ പ്രാപ്തരാകണം. അത് പിടിക്കാൻ, അതിനെ ആമേൻ സ്തോത്രം, സ്വർഗത്തിലിരിക്കുന്ന മഹത്വത്തെ ഭൂമിയിൽ കൊണ്ടുവരാൻ നമ്മൾ പ്രാപ്തിയുള്ളവരായി മാറണം. ആമേൻ സ്തോത്രം. വചനം പറഞ്ഞു, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല. ശ്രദ്ധിക്കണേ, ഒന്നാമത് വന്നത് അക്ഷരത്തിന്റെ ശുശ്രൂഷയെങ്കിൽ രണ്ടാമത് വന്നത് ആത്മാവിന്റെ ആത്മാവിന്റെ ശുശ്രൂഷ. ഒന്ന് അക്ഷരത്തിന്റെ ശുശ്രൂഷ, രണ്ടാമത് വന്നത് ആത്മാവിന്റെ ശുശ്രൂഷ. ഇത് ആത്മാവിൽ മാത്രമേ ഗ്രഹിക്കാൻ പറ്റൂ, ആത്മാവിൽ മാത്രമേ ചിന്തിക്കാൻ പറ്റൂ, ആത്മാവിൽ മാത്രമേ ഇതിന് ചലിക്കാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവില്ലാതെ രണ്ടാമത്തെ ശുശ്രൂഷ, രണ്ടാമത്തെ നിയമം ഭൂമിയിൽ നടപ്പാക്കാൻ പറ്റുകയില്ല. ഒന്നാമത്തെ അനുഗ്രഹം വേണമെങ്കിൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഒന്നാമത്തെ അനുഗ്രഹം ഭൂമിയിൽ ഓടി നടന്ന് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ നീ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നടക്കുക, നീ നടക്കുന്നത് സ്ഥലമൊക്കെ ഞാൻ നിനക്ക് എന്ത് ചെയ്യും? അവകാശമാക്കി തരും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ജഡം കൊണ്ട് നടക്കുന്ന ഇടമെല്ലാം അവകാശമാകും. പക്ഷേ രണ്ടാമത്തെ നിയമത്തിനകത്തൊരു പ്രത്യേകത, ഇത് ജഡം കൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല, ഇത് ആത്മാവ് കൊണ്ടേ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകൽ അകത്ത് നമ്മുടെ ആമേൻ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ആക്റ്റീവാണോ, ഇന്ന് പകൽക്കാലം ചിലത് പിടിച്ചിട്ടേ പോകത്തുള്ളൂ. ചിലതിനെ നമ്മൾ പ്രാപിച്ചിട്ടേ പോകത്തുള്ളൂ, ചിലത് നമ്മിൽ വെളിപ്പെട്ടിട്ടേ നമ്മൾ പോകത്തുള്ളൂ. ഇന്ന് പകൽ ആമേൻ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ദൈവവേദനെ കുറിച്ച് പറയുക. ആമേൻ. ഹല്ലേലൂയ. രണ്ടാമത്തെ ശുശ്രൂഷ ആത്മാവിന്റെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വാക്യം പറഞ്ഞു, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പോൾ ആമേൻ, അക്ഷരം കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിനകത്ത് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന് ഒന്നാമത് വെളിപ്പെട്ടത് മുഴുവനും മരണമാണ്. ഹല്ലേലൂയ. രണ്ടുപേരുടെ വാമൊഴി ഉണ്ടെങ്കിൽ ഒരുവനെ കല്ലെറിഞ്ഞ് കൊല്ലാം. ആമേൻ സ്തോത്രം. ആമേൻ. ദൈവത്തിൽ നിന്ന് തെറ്റ് ചെയ്യുന്നവനെ ആമേൻ സ്തോത്രം, ആമേൻ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നല്ല ന്യായപ്രമാണത്തിനകത്തുള്ളത്. ആമേൻ. ദൈവം ഇറങ്ങി വരുന്ന പർവ്വതത്തിൽ മോശയോട് പറഞ്ഞു, മോശേ ആമേൻ സ്തോത്രം, ഈ ജനത്തെ മുഴുവനും നീ ശുദ്ധീകരിക്കണം, ഞാൻ ഇറങ്ങി വരുന്ന പർവ്വതത്തിൽ തൊടുന്നവനെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞോ അമ്പെയ്തോ ആമേൻ കൊല്ലണം. അപ്പോൾ ഒന്നാമത്തെ പ്രമാണത്തിനകത്ത് മരണം വെളിപ്പെട്ടെങ്കിൽ രണ്ടാമത്തെ പ്രമാണത്തിൽ വെളിപ്പെട്ടത് മരണമല്ല, രണ്ടാമത്തെ പ്രമാണത്തിൽ വെളിപ്പെട്ടത് ജീവൻ. ഒന്നാമത്തെ പ്രമാണത്തിൽ ദൈവം ഇറങ്ങി വരുന്ന, ദൈവത്തെ തൊടണ്ട, ദൈവം ഇറങ്ങി വന്ന പർവ്വതത്തെ തൊട്ടാൽ അവൻ മരിക്കണം. പക്ഷെ രണ്ടാമത്തെ പ്രമാണം സ്ഥാപിതമായപ്പോൾ രണ്ടാമത്തെ പ്രമാണത്തിൽ ഇറങ്ങി വന്നവനെ തൊട്ടാൽ മരിക്കുകയല്ല, മരിച്ചവൻ ജീവിക്കുകയത്ര ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മരണം മാറി ഒരു ജീവൻ വെളിപ്പെട്ടു വന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ സന്തോഷിക്കണം. നമ്മൾ മരണത്തിന്റെ ശുശ്രൂഷയ്ക്കകത്തല്ല, മരണത്തിന്റെ പ്രമാണത്തിനകത്തല്ല, ആമേൻ, അതിനകത്തു നിന്നും ജീവന്റെ പ്രമാണത്തിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരിക്കുന്ന മരണ ശുശ്രൂഷയ്ക്ക് നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾ അവൻ്റെ മുഖം നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ, ഇന്ന് പകൽ പറയുക, മോശയുടെ മുഖത്ത് അവൻ ദൈവം ആമേൻ പർവ്വതത്തിൽ മോശയോട് കയറി വരാൻ പറഞ്ഞു. മോശ കയറി ചെന്നു. ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോൾ ദൈവം ആമേൻ മോശയുമായി 40 ദിവസത്തോളം പർവ്വതത്തിൽ സംസാരിച്ചു.
ആമേൻ മോശ ആമേൻ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ദൈവം പറഞ്ഞു 10 കൽപ്പനകൾ എഴുതിയ 2 കൽപ്പലകകൾ ആമേൻ ദൈവം തന്നെ കൽപ്പലകയുണ്ടാക്കി അതിൽ ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ട് 10 കൽപ്പന എഴുതി ആമേൻ ഹല്ലേലൂയ മോശയ്ക്ക് കൊടുത്തു. മോശ പർവ്വതത്തിൽ നിന്ന് ആമേൻ ഈ കൽപ്പലകയുമായി ഇറങ്ങി വരുമ്പോൾ ഇതാ ആമേ കാണുകയാണ് ഇസ്രായേൽ മക്കൾ ആമേ സ്തോത്രം ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിക്കുകയാണ്. ആമേൻ മോശ ആമേ പലകയിൽ നോക്കി എഴുതി ആമേൻ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, ആമേൻ ഒന്നിൻ്റെ പ്രതിമയെ നമസ്കരിക്കരുത്. ഈ പ്രമാണം വെച്ച് ആമേൻ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇതാ ജനം അതിന് വിരോധമായി ചെയ്യുന്നു. എന്നാൽ മോശ ആ കൽപ്പലകളെ എറിഞ്ഞുടച്ചു. ഹല്ലേലൂയ സ്തോത്രം. അന്ന് മോശ പറഞ്ഞു, ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ആമേൻ ലേവി ഗോത്രം മോശയുടെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. മോശ ആമേൻ ലേവി ഗോത്രത്തോട് പറഞ്ഞു, ആമേൻ അരയിലുള്ള വാളെടുത്ത് ആമേൻ കൂടാരത്തിൻ്റെ വാതിക്കൽ ഇരിക്കുന്നവനെ വെട്ടാൻ പറഞ്ഞു. അന്ന് 3000 പേർ ആമേൻ മരണപ്പെട്ടു. ആമേൻ മോശ ദൈവത്തോട് കരഞ്ഞു. ദൈവം പറഞ്ഞു, മോശെ ആമേൻ നീ ഭാരപ്പെടണ്ട, ആമേൻ നീ ഒരു കാര്യം ചെയ്യണം. ഹല്ലേലൂയ സ്തോത്രം. അവർ വിഗ്രഹത്തെ ആരാധിച്ചതൊക്കെ ശരി തന്നെ, പക്ഷെ ഞാൻ എഴുതി തന്ന കൽപ്പലകയെ നീ എന്ത് ചെയ്തു? നീ ആമേ സ്തോത്രം. കോപം വരുമ്പോൾ ദൈവം കൈ തന്നതൊന്നും ഇട്ട് എന്ത് ചെയ്യരുത്? ഉടച്ച് കളയരുത്. ആമേൻ. കോപം കുറച്ച് കഴിയുമ്പോൾ പോകും. കയ്യിലുള്ളത് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കാൻ ഭയങ്കര വില കൊടുക്കണം. ഇന്ന് പകൽക്കാലം വില കൊടുക്കേണ്ടി വരും. കയ്യിലുള്ളത് നഷ്ടപ്പെടുത്തരുത്. ദൈവം തന്ന ദൈവകൃപകൾ നഷ്ടപ്പെടുത്തരുത്. ഒരു വ്യക്തിക്ക് വേണ്ടിയോ, ഒരു സമൂഹത്തിന് വേണ്ടിയോ, ഒരു കുടുംബത്തിന് വേണ്ടിയോ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആമേൻ സ്വന്തം വ്യക്തികളെ നോക്കി, സമൂഹത്തെ നോക്കി, കുടുംബത്തെ നോക്കി നീ അതിനെ ഉടച്ചാൽ ഒരു വില കൊടുക്കേണ്ടി വരും. ദൈവം പറഞ്ഞു, ഞാൻ ആ കൽപ്പനകൾ എഴുതി തരാം, പക്ഷെ മോശേ നീ എന്ത് ചെയ്യണം? 2 കൽപ്പലക ആമേൻ നീ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരണം. ആമേൻ സ്തോത്രം. മോശ ദിവസങ്ങളിരുന്നു ആമേൻ കൽപ്പലക ഉണ്ടാക്കി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങോട്ട് കയ്യും വീശിപ്പോയ ആമേൻ പർവ്വതം കയറിയ മോശ ആമേൻ സ്തോത്രം ഇപ്പോൾ ആമേൻ ഓടിച്ചാടി കയറാൻ പറ്റുകയില്ല. ആമേൻ സ്തോത്രം. പിന്നെ എന്ത് ചെയ്യണം? ആമേൻ അല്പപ്രയാസപ്പെട്ട് പർവ്വതം കയറാൻ പറ്റൂ. കാരണം 2 കയ്യിലും എന്തുണ്ട്? കൽപ്പലകയുണ്ട്. ആമേൻ സ്തോത്രം. നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു പിടിക്കാൻ അല്പപ്രയാസമാണ്. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ നിന്നെ വിശ്വസ്തനെന്നെണ്ണി, നിന്നെ വിശുദ്ധനെന്നെണ്ണി, നിന്നെ നിഷ്കളങ്കനെന്നെണ്ണി എൻ്റെ കർത്താവ് നിന്റെ കരത്തിൽ ഏൽപ്പിച്ചതൊന്നും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ലോകം എങ്ങനെയോ പോകട്ടെ, ആമേൻ നീ പ്രതിനിധീകരിക്കുന്ന ജനം എങ്ങനെയോ പോകട്ടെ, പക്ഷേ അവരുടെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ പ്രവൃത്തി മുഖാന്തരം നിന്റെ കയ്യിൽ തന്നത് നീ ഉടച്ചു കളഞ്ഞാൽ നീ ഒരു വില കൊടുക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. വീണ്ടും ആമേൻ 40 ദിവസം ദൈവസന്നിധിയിൽ മോശ ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നു. അവൻ ആമേൻ 10 കൽപ്പന എഴുതി ആമേൻ ഹല്ലേലൂയ കൊടുക്കുമ്പോൾ മോശ ദൈവത്തോട് ഒരു കാര്യം ചോദിച്ചു. ദൈവമേ ആമേൻ സ്തോത്രം ഞങ്ങൾക്കൊരു കാര്യം കർത്താവേ. ആമേൻ സ്തോത്രം. ആമേൻ മോശയ്ക്കും ദൈവത്തിനും ഇടയിൽ ഒരു കൂരിരുട്ടുണ്ടായിരുന്നു. മുഖം കാണാൻ പറ്റില്ല, ശബ്ദം കേൾക്കാൻ പറ്റും. ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ മോശയുടെ അകത്തൊരാഗ്രഹം, ദൈവമേ ഒരു പ്രാവശ്യമെങ്കിലും നിൻ്റെ മുഖം എനിക്കൊന്ന് കാണണം. നിൻ്റെ ശബ്ദം ഞാൻ കേട്ടു, നീ പറഞ്ഞതെല്ലാം കേട്ടു, നീ നടത്തിയ വിധങ്ങൾ എനിക്കറിയാം. പക്ഷെ മോശയ്ക്ക് ഒരൊറ്റ ആഗ്രഹം, അപ്പ നിൻ്റെ മുഖം എനിക്കൊന്ന് കാണണം. ആമേൻ സ്തോത്രം. ദൈവം പറഞ്ഞു, മോശേ ആമേൻ ഒരിക്കലും എൻ്റെ മുഖം നിനക്ക് കാണുവാൻ കഴിയത്തില്ല, എന്നെ കാണുന്നവൻ ആരും ജീവിച്ചിരിക്കത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞു, പക്ഷെ നീ ചോദിച്ചതല്ലേ, ഞാൻ എൻ്റെ തേജസ് നിനക്ക് കാണിച്ചു തരാം. മോശയെ ഒരു പാറയുടെ പിളർപ്പിൽ കൊണ്ടു നിർത്തിയിട്ട് ആ പാറയുടെ പിളർപ്പിൽ അവനെ നിർത്തി അവൻ്റെ കരം കൊണ്ട് ആ പാറയുടെ ആമേ പിളർപ്പിനെ മൂടി. എന്നിട്ട് അവൻ്റെ മുമ്പിൽ കൂടെ ദൈവം കടന്നു പോയിട്ട് ദൈവത്തിൻ്റെ പിൻഭാഗം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. ആ മോശ ദൈവത്തിൻ്റെ പിൻഭാഗം കണ്ടിട്ട് അവൻ മരിച്ചവനെ പോലെയായി. ആമേൻ സ്തോത്രം. മോശ അറിഞ്ഞില്ല. ആമേൻ സ്തോത്രം. അവൻ്റെ തേജസ് മോശയുടെ മുഖത്ത് ആമേൻ വീണു. ഹല്ലേലൂയ. ഇപ്പോൾ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖ തേജസ്, മോശയുടെ മുഖത്ത് ഒരു മനുഷ്യനും നോക്കുവാൻ കഴിയാത്ത വിധം ഒരു തേജസ് അവൻ്റെ മേൽ വീണു. നീ ദൈവത്തെ കണ്ട വ്യക്തിയാണോ, നിന്റെ മുഖത്തൊരു തേജസ് വീണിരിക്കും.
ഹല്ലേലൂയ. ഈ തേജസ് കണ്ടിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളെല്ലാം ആമേൻ ഭയപ്പെട്ടു പോയി. ആമേൻ ദൈവത്തിൻ്റെ തേജം മോശയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, പിന്നെ ആമേൻ സ്തോത്രം മോശ എന്ത് ചെയ്തു? ഒരു ആമേൻ സ്തോത്രം ഹല്ലേലൂയ മൂടുപടം അവൻ്റെ മുഖത്തിട്ടു. അവൻ കൂടാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൂടുപടം ഇട്ടുകൊണ്ടാണ് സമാഗമന കൂടാരത്തിലേക്ക് പുറപ്പെടുന്നത്. എന്നാൽ വചനം പറയുന്നു, ഈ തേജസ് ഓരോ ദിവസം കഴിയുന്തോറും ഇത് വർദ്ധിച്ചില്ല. ഓരോ ദിവസം കഴിയുന്തോറും തേജസ് എന്ത് ചെയ്തു? കുറഞ്ഞു 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 വന്നു. ഹല്ലേലൂയ. ഇപ്പോൾ മോശയ്ക്ക് ആമേ മൂടുപടം മാറ്റാൻ പറ്റുന്നില്ല. ആമേൻ എന്താ ആമേ സ്വത്ര തുടക്കത്തിൽ ഭയങ്കര തേജസ്സായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്തു? തേജസ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മുടെയൊക്കെ തുടക്കത്തിൽ ഭയങ്കര തീഷ്ണതയായിരുന്നു. ഇപ്പോൾ തീഷ്ണത എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. മോശയുടെ മുഖ തേജസ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ കുറഞ്ഞു വന്നു. അവൻ ഹല്ലേലൂയ ഇവിടെ പറയുക, ആമേൻ സ്തോത്രം നോക്കുവാൻ തക്കവണ്ണം ആമേൻ തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലോ. അടുത്ത് പറയുക, ശിക്ഷാവിധിയുടെ തേജസ് ആമേൻ സ്തോത്രം ശുശ്രൂഷ തേജസ്സാകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയത്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ നിയമത്തിനകത്ത് വെളിപ്പെട്ടത് എന്താ? തേജസ്. ഒന്നാമത്തെ പ്രമാണത്തിൽ വെളിപ്പെട്ടത് എന്താ? തേജസ്. അപ്പോൾ രണ്ടാമത്തെ ആത്മാവിൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ടത് എന്താ? തേജസ്സേറിയ മഹത്വം. ഹല്ലേലൂയ. ഇന്ന് പകൽ സ്തോത്രം കണ്ടോ, ന്യായപ്രമാണത്തിനകത്ത് ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതേ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി തീർന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവം വിളിച്ച തേജസ്സിൻ്റെ ശുശ്രൂഷയ്ക്കല്ല, പിന്നെ തേജസ്സേറിയ ശുശ്രൂഷ, തേജസ്സേറിയ മഹത്വം. ഇത് ഓരോ ദിവസം കുറയുകയല്ല, ഇത് ഓരോ ദിവസം കഴിയുന്തോറും ഇതെന്ത് ചെയ്യും? ഇത് തേജസ് കൂടിക്കൂടി വരും. ആമേൻ. ഓരോ ദിവസം കഴിയുന്തോറും പ്രാർത്ഥന കുറഞ്ഞു 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 വരികയല്ല. ഈ തേജസ്സിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത, രണ്ടാമത് സ്ഥാപിക്കപ്പെട്ട ഈ നിയമത്തിൻ്റെ പ്രത്യേകത, ഇത് ഓരോ ദിവസം കഴിയുന്തോറും തീഷ്ണത എന്ത് ചെയ്യും? ഓ ഹല്ലേലൂയ. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ അകത്തുള്ള തീഷ്ണത ഇത് വർദ്ധിച്ചു 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 വരും. ഹല്ലേലൂയ. ഇതിനെ കുറയ്ക്കാൻ, ഇതിനെ താഴ്ത്തിക്കളയുവാൻ ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. നമ്മുടെ മേൽ കിടക്കുന്ന നിയോഗം അത് തേജസ്സേറിയതാ. നമ്മുടെ മേൽ കിടക്കുന്ന വിളി അത് തേജസ്സേറിയതാ. ഓ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ അവൻ നമ്മുടെ മേൽ കിടക്കുന്ന സാധാരണ ഒരു വിളിയല്ല, സാധാരണ ഒരു തേജസ്സല്ല. ഇത് ഓരോ ദിവസം കഴിയുന്നോറും ഇതെന്ത് ചെയ്യും? ഇത് വർദ്ധിച്ചു വർദ്ധിച്ചു വരും. ഹല്ലേലൂയ. അപ്പം മോശയുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ വണ്ണം ഇസ്രായേൽ മക്കൾ സ്വത്ര തലകുനിച്ച് കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ തേജസ്സേറിയ മഹത്വം ദൈവകുഞ്ഞ നിന്റെ മേലുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ ഒരു ശക്തിയും നിനക്ക് നേരെ നിൽക്കത്തില്ല. ഇന്ന് പകൽ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഇന്ന് പകൽ നിന്റെ നേരെ നിൽക്കാൻ ഒരു അന്ധകാര ശക്തികൾക്കും കഴിയത്തില്ല. കാരണം നിന്റെ മേൽ കിടക്കുന്നത് തേജസ്സേറിയതാ. ഇത് തിരിച്ചറിയണം. നമ്മുടെ മേൽ കിടക്കുന്ന തേജസ്സേറിയ മഹത്വമാണ്. നമ്മൾ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ അല്ല ഇരിക്കണം. നമ്മൾ സ്തോത്രം സ്തോത്രം. എൻ്റെ അകത്തൊരു തേജസ് കിടപ്പുണ്ട്. ആ തേജസ്സിൻ്റെ പ്രത്യേകത ഇതെന്ത് ചെയ്യും? ഇത് ഓരോ ദിനം കഴിയും തോറും ഇതെന്ത് ചെയ്യും? ഇത് നിരാശപ്പെട്ടു പോകുന്ന സംഭവമല്ല, ഇത് നമ്മുടെ അകത്ത് പ്രത്യാശ തരുന്നതാണ്.
ആമേൻ ലോകം പറയും, പിശാച് പറയും, ആമേൻ നിരാശ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിടുമ്പോൾ ആമേൻ നമ്മുടെ അകത്ത് ഒരുവൻ ഇരുന്ന് പറയും, ആമേൻ സ്തോത്രം, അതൊന്നും നീ നോക്കണ്ട, അതൊന്നും നീ കാണണ്ട. ആമേൻ 25 വർഷമായാലും സാറേ നീ ആമേൻ സ്തോത്രം നിന്റെ ശരീരത്തെ നോക്കി, നിന്റെ നിർജീവ പ്രവർത്തികളെ നോക്കി നീ ഭാരപ്പെടണ്ട. പക്ഷേ തേജസ്സേറിയതാണോ ഒരു ദൈവപ്രവർത്തി നീ കണ്ടേ ആകും. ആമേൻ അത് ദൈവം തന്നേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽ അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ വിളിക്കകത്ത് കിടക്കുന്നത് തേജസ് അല്ല, ഇന്ന് പകൽ തേജസ്സേറിയ ഒരു മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വചനം പറയുക, ഈ കാര്യത്തിൽ അതിമഹത്തായ തേജസ്സിന് നിമിത്തം ആമേൻ സ്തോത്രം ഒട്ടും തേജസ് ഒട്ടും എന്ന് പറഞ്ഞാൽ ആമേൻ ഇന്ന് പകൽ ശ്രദ്ധിക്കുക. ആമേൻ ഇവിടെ ഒരു ആമേൻ സ്തോത്രം 100 വാൾട്ടിൻ്റെ ബൾബ് കത്തി ഈ ഹോള് മുഴുവനും പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ 1000 വാൾട്ടിൻ്റെ ബൾബ് കത്തിച്ചാൽ ഈ 100 വാൾട്ട് എന്ത് ചെയ്യും? സ്തോത്രം. 100 വാട്ടിന് പ്രകാശമുണ്ട്, പക്ഷേ ഈ 100 വാൾട്ടിൻ്റെ ലൈറ്റ് 1000 വാൾട്ടിൻ്റെ മുമ്പിൽ എന്തല്ല? സ്തോത്രം, സ്തോത്രം. നമ്മുടെ മേൽ കിടക്കുന്ന തേജസ് എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ തേജസ്സേറിയ മഹത്വം. ഇത് ഉയരത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ ഇട്ടിരിക്കുക. ഇതിനെ ഒരു മൂടുപടത്തിനും മറയ്ക്കാൻ എന്ത് ചെയ്യത്തില്ല. ഒരുവൻ ആമേൻ ധൈര്യത്തോടു കൂടെ ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ, ഹല്ലേലൂയ, ദൈവകുഞ്ഞ നിന്റെ മേൽ കിടക്കുന്ന തേജസ്സേറിയ മഹത്വം ആമേൻ നിന്റെ മേലൊന്ന് വെളിപ്പെടാൻ നീ ഒന്ന് നിന്നു കൊടുത്താൽ, ആമേൻ ഞാൻ പറയുന്നു, നിന്റെ കുടുംബത്തിൽ വെച്ച്, നിന്റെ ചാർച്ചക്കാരിൽ വെച്ച്, നിന്റെ സഭയിൽ വെച്ച്, ഹല്ലേലൂയ, നിന്റെ തല അത് ഉയർന്നിരിക്കും. ഒരു ശത്രുവും നിനക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. തേജസ്സില്ലാത്ത മോശ ഇറങ്ങി വന്നു, കൽപ്പലക എറിഞ്ഞുടച്ചു. ആരാ ഈ ആമേൻ സ്തോത്രം ഇത് ചെയ്തതെന്ന് വെച്ചോ? അഹരോനെ വിളിച്ചു ചോദിച്ചു, അഹരോനെ ഇത് ആരാ ഈ പരിപാടി ചെയ്തത്? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അവർ പറഞ്ഞു, ആമേൻ സ്തോത്രം, ഇവർക്ക് ആമേൻ നിനക്കെന്ത് മോശയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഈ ജനം പറഞ്ഞു ഞങ്ങൾക്ക് ആമേൻ ഞങ്ങളെ നടത്താൻ ഒരു ദൈവം വേണം. അങ്ങനെ അവരുടെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആഭരണങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ തീയിലോട്ട് ഇട്ടപ്പോൾ ആമേൻ ഒരു കാളക്കുട്ടി എന്ത് ചെയ്തു? സ്തോത്രം, ഒരു കാളക്കുട്ടി എന്ത് ചെയ്തു? ആമേൻ ഇങ്ങനെ ജമ്പ് ചെയ്ത് ഞങ്ങളുടെ മുമ്പിൽ വന്നു. ബാക്കി ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഇത് പറയാനും മോശയുടെ നേരെ നിൽക്കാനും ഒരു കൂട്ടം പേരുണ്ടായിരുന്നു. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ കോരകും കൂട്ടരും മോശയ്ക്ക് നേരെ വെല്ലുവിളിച്ചു. പക്ഷെ തേജസ് വെളിപ്പെട്ട് വന്നപ്പോൾ ആമേൻ സ്തോത്രം ഓരോരുത്തനും ആമേൻ മോശയ്ക്ക് നേരെ നിൽക്കാൻ പറ്റിയില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, തേജസ്സിൻ്റെ മുമ്പിൽ ഒരു വ്യക്തിക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ, തേജസ്സേറിയ മഹത്വത്തിനകത്ത് ദൈവകുഞ്ഞം നീ ഇരിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി ഞാൻ പ്രവചിച്ചു പറയും, ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഇന്ന് പകൽ നിന്റെ നേരെ, ആമേൻ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ ആത്മമണ്ഡലത്തിന് നേരെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ, നിന്റെ അഭിഷേകത്തിന് നേരെ, നിന്റെ ആരാധനയ്ക്ക് നേരെ, ഓ റബ ശബബബമന രഗന റിബബബമന റിഖലബൗഷകിനിയ, ഇന്ന് പകൽക്കാലം ഒരു ശക്തിക്ക് നിനക്ക് നേരെയോ, നിന്റെ കുടുംബത്തിന് നേരെയോ, നിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെയോ, നിന്റെ ആരാധനയ്ക്ക് നേരെയോ ചൂടറാബാലബ ശാന്തനരഗനസി അൽഖമന രഗദന റിബല ബൗഡമന അൽമശേഖേനി അംദൽ പ്രൗഡമന റിഗബല ബൗഡമന, ഇന്ന് പകൽക്കാലം ഒരു സാക്ഷിക്കും ദൈവകുഞ്ഞേ നിനക്ക് നേരെ നിൽക്കുവാൻ കഴിയത്തില്ല. ഈ പട്ടണത്തിൽ നിന്നെ തല ഉയർത്തി, നിന്നെ തല ഉയർത്തി, കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ നിന്റെ തല ഉയർത്തി എന്റെ തമ്പുരാൻ ഈ പട്ടണത്തിൽ നിന്നെ നട്ടെങ്കിൽ ആമേൻ നീ താണുപോകത്തില്ല, നീ തളർന്നു പോകത്തില്ല. ഒരു ശക്തിയും നിന്നെ ക്ഷീണിപ്പിച്ച് കളയത്തില്ല, ഒരു ശക്തിയും നിന്നെ താഴ്ത്തി കളയത്തില്ല. ഇന്ന് പകൽ ആമേൻ നിന്നെ കരം പിടിച്ച് ഉയർത്തുന്ന ഒരുവൻ നിന്നോട്
ശാന്തനരഗതന വൈഡമനരഗതന. ഇന്ന് പകൽ ആരൊക്കെയോ ആ തേജസ്സിനകത്തോട്ട് കയറുക. ഇന്ന് പകൽ ഞാൻ പറയാം, ആരൊക്കെയോ ആ തേജസ് ആരുടെ മേലോ ഇതിനകത്ത് വ്യാമൻ വെളിപ്പെട്ടു വരികയാ. ആ തേജസ് ഇന്ന് പകൽ നിന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന തേജസ്. ആമൻ, നിന്റെ മുഖത്തൊരു തേജസ് വീഴാൻ പോകുക. നിന്നെ ദുഃഖിപ്പിച്ച, നിന്നെ നിരാശപ്പെടുത്തിയ, നിന്നെ ഭാരപ്പെടുത്തിയ മണ്ഡലങ്ങളിൽ ഇന്ന് പകൽ ഒരു തേജസ് വീഴുകയാ. ഒരു തേജസ് വീഴുകയാ. ഇന്നലകളിൽ നിന്നെ നോക്കി നിന്റെ ഹൃദയത്തിൽ മുറിപ്പെടുത്തുന്ന വാക്കുകൾ എഴുതവരുടെ മുമ്പിൽ നിന്നെ തല ഉയർത്തും. നീ എഴുന്നേറ്റു നിൽക്കാം. ഇന്ന് പകൽ ആ തേജസ് നിന്റെ മേൽ വീഴുകയാ. ആ തേജസ്സേറിയ മഹത്വം, ആ തേജസ്സേറിയ മഹത്വം നിന്നെ ഒതുക്കാൻ, നിന്നെ ഒതുക്കാൻ, നിന്നെ ഒതുക്കിക്കളയാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഇന്നലകളിൽ നീ കേട്ടത്, ഇന്നലെ വരെ നീ കേട്ടത്, ഈ മീറ്റിംഗിന് വരുന്നതിന് മുൻപ് വരെ നിന്നെ കുറിച്ച് കേട്ടത് ഇനി നീ കേൾക്കത്തില്ല. അവൻ നിന്റെ മേൽ ആ തേജസ് വീഴുകയാ. ആ തേജസ്സേറിയ മഹത്വം വീഴുകയാ. ആർക്കും നിന്റെ നേരെ നിൽക്കാൻ കഴിയത്തില്ല. ഈ പട്ടണത്തിനകത്ത് നീ തല ഉയർത്തി നടക്കും. നീ തല ഉയർത്തി നടക്കും. നിന്റെ ഓഫീസിൽ നീ തല ഉയർത്തി നടക്കും. നിന്റെ ബിസിനസ് മേഖലകളിൽ നീ തല ഉയർത്തി നടക്കും. നിന്റെ ശുശ്രൂഷ മേഖലകളിൽ നീ തല ഉയർത്തി നടക്കും. ഒന്നും ആ തേജസ് വെളിപ്പെടട്ടെ. ആ തേജസ്സേറിയ മഹത്വം ഇന്ന് പകൽ നിന്റെ മേൽ വീഴുകയാ. ആ തേജസ്സേറിയ മഹത്വം നിന്റെ മുഖത്ത്, ഇന്നലകൾ നിന്റെ മുഖത്തെ വാടിപ്പ്, ആമേൻ, നിന്റെ മുഖത്തെ കരിവാളിപ്പുകൾ, നിന്റെ മുഖത്തെ നിരാശകൾ, നിന്റെ മുഖത്തെ ദുഃഖങ്ങൾ ഇന്ന് പകൽ ആ തേജസ്. ഓ രാമ ശഖറ ബാബാ ബാബാ ചുടബറ ബലബ ശാന്തന അൽഖമന രഗന റിമന രഗന ഉടബറ ബലബ ശമന രഗന. ഓ ഓ ഓ ഇന്ന് പകൽ വീഴുകയാ. ഇന്ന് പകൽ വീഴുകയാ. നിന്റെ മേല തേജസ്, നിന്റെ മേല തേജസ്, നിന്റെ മേല തേജസ്സേറിയ മഹത്വം, തേജസ്സേറിയ മഹത്വം. ഉടറബ ശഖബബബബബബ റിബബബബബബബ ഉടബബബന രഗന. നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നു. നിനക്ക് വേണ്ടി വഴികൾ തുറക്കുന്നു. നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നു. ഈ പട്ടണത്തിനകത്ത് നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നു. റോഖോ ബാബാ ബാബാ ചുടബബമന റിഗബബബബബ ഉടബറബലബ ശമമമമന റിഗബബമന. നിന്റെ മേൽ കിടക്കുന്ന വിളി, നിന്റെ മേൽ കിടക്കുന്ന വിശുദ്ധി, നിന്റെ മേൽ കിടക്കുന്ന നിഷ്കളങ്കത്വം ഇന്ന് പകൽ അത് പുറത്തു വരികയാ. പുറത്തു വരികയാ. നിന്നെ ഒതുക്കാൻ, നിന്നെ ഒതുക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. നിന്നെ ഒതുക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. നിന്നെ ഒതുക്കാൻ, നിന്റെ അഭിഷേകത്തെ ഒതുക്കാൻ, നിന്റെ മേൽ കിടക്കുന്ന വിളിയെ ഒതുക്കാൻ, നിന്റെ മേൽ കിടക്കുന്ന സ്വർഗത്തിലെ അനുഗ്രഹത്തെ ഒതുക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഓ വെളിപ്പെട്ട് വെളിപ്പെടണം, വെളിപ്പെടട്ട, വെളിപ്പെടട്ട, വെളിപ്പെടട്ട. ഇന്ന് പകൽ നീ ആരാധിക്കുമ്പോ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കുകയാ. ഓ റമന റഖല ബൗഡമന. ഇന്ന് പകൽ സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹവും നിന്റെ മേൽ ചൊരിയുകയാണ്, നിന്റെ മേൽ വീഴുകയാണ്. നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ. ഹല്ലേലൂയ. നിന്റെ അനുഗ്രഹ നിമിത്തം നീ പോകുന്നിടം അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും. നീ പോകുന്ന ഓഫീസ് അനുഗ്രഹിക്കപ്പെടും. നീ കയറുന്ന വാഹനം അനുഗ്രഹിക്കപ്പെടും. രഗമന രഗദന വൈഡമന രഗന ഉടബരബലബ ശാന്തന രഗദന ചൂടബരബലബ ശമന രഗന റിബലബൗഡ റിബലബൗഡമ റിഖബലബൗഷസി. നീ മുഖാന്തരം നീ ഇടപെടുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും. നീ കരം കൊടുക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും. നീ അനുഗ്രഹിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. ആ ഗിഫ്റ്റുകൾ ഓപ്പൺ ആകുന്നു. ആ തേജസ്സിനകത്ത് അനേക ഗിഫ്റ്റുകൾ ഓപ്പൺ ആകുന്നു.
അനേക അനുഗ്രഹങ്ങൾ നിന്റെ മേൽ വീഴുന്നു. അനേക അനുഗ്രഹങ്ങൾ വീഴുന്നു. അനേക നന്മകൾ വീഴുന്നു. ഓ ദൈവത്തിന്റെ അനുഗ്രഹം വീഴുന്നു 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 ചിലരുടെ മേൽ. ആ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്നു 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 തുറക്കുന്നു. ആ തേജസ്സിനകത്ത്, ആ തേജസ്സേറിയ മഹത്വത്തിനകത്ത് നിന്റെ വാതിലുകൾ തുറക്കുന്നു. നിന്റെ വാതിലുകൾ തുറക്കുന്നു. ഓ റബ ശംദന റമന സിയാന്തന റിഖബബബമന റിഖലബൗഡമ സിയാന്തന ഹുഡബബമന റിഖബബമന. തേജസ്സേറിയത, തേജസ്സേറിയത നിന്നെ ഒതുക്കാൻ, നിന്നെ ഒതുക്കാൻ അവൻ വാക്കുകൾക്ക് കഴിയത്തില്ല. പിശാചിന്റെ തീയമ്പുകൾക്ക് നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പ്രതീക്ഷ ഈ പട്ടണത്തിനകത്ത്, ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് ദൈവത്തിന്റെ പ്രതീക്ഷ നിന്റെ മേൽ കിടക്കുകയാ. ദൈവത്തിന്റെ പ്രതീക്ഷ നിന്റെ മേൽ കിടക്കുകയാ. അവന്റെ തേജസ് നിന്റെ മേൽ ഇട്ടത്. ഓ രാമസേഖരി ആന്തൽ പ്രൗഢമന രഗദല. അബ്രഹാമേ, ആമേൻ, നീ പോകുന്ന ഇടം ഞാൻ നിനക്ക് അവകാശമാക്കി തരുമെന്ന് തേജസ്സിനകത്ത് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേ സ്തോത്ര തേജസ്സേറിയ മഹത്വം പ്രാപിച്ചവൻ ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും അവൻ നിനക്ക് ഇരട്ടി പങ്കഭിഷേകമാ. ഓ രവ ശംദനരഗദന വൈഡമനരഗദന. ഓ റബ ശംദൽ പ്രൗഢമന. ഇന്ന് പകൽക്കാലം നിങ്ങളെ നോക്കി അവൻ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയും. ഇന്ന് പകൽ ഈ തേജസ്സിനകത്തു കയറിയ ദൈവകുഞ്ഞെ, നിനക്ക് ഒരു അനുഗ്രഹമല്ല, നിനക്ക് ഡബിൾ പോഷനാ, ഡബിളാ നിന്റെ അനുഗ്രഹം. അവൻ ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും നിനക്ക് വേണ്ടി ഒരു കരുതൽ, ദൈവത്തിന്റെ കരുതൽ. സ്വർഗത്തിൽ ഒരു കരുതലുണ്ടോ? ആമേൻ, അത് ഭൂമിയിൽ സംഭവിച്ചിരിക്കും. ഇന്ന് പകൽ നിൽക്കുന്നവരങ്ങനെ നിന്നോ? എഴുന്നേൽക്കണമെന്ന് ആമേ ആത്മാവ് പ്രേരിപ്പിക്കുന്നവർ മാത്രം എഴുന്നേറ്റാൽ മതി. ഇന്ന് പകൽക്കാല സ്വർഗം അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ തേജസ്സേറിയ മഹത്വം നിങ്ങളുടെ മേൽ കിടക്കുന്നത് കൊണ്ട് എൻ്റെ കർത്താവ് പറഞ്ഞു, നീ ഭൂമിയിൽ കെട്ടിയാൽ, നീ ഭൂമിയിൽ കെട്ടിയാൽ, നീ ഭൂമിയിൽ കെട്ടിയാൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെടും. നീ ഭൂമിയിൽ ചിലതിനെ അഴിച്ചാൽ അത് സ്വർഗത്തിൽ അഴിയപ്പെടും. ഇന്ന് പകൽ നിനക്ക് ഒരു രാജ്യത്തിലല്ല, നിനക്ക് 2 രാജ്യത്തിൽ അവന്റെ അവകാശം കിടക്കുകയാണ്. ചിലത് തുറന്നു വരുന്നു, ചിലത് തുറന്നു വരുന്നു, ചിലത് തുറന്നു വരുന്നു. ഇന്ന് പകൽ ആ തേജസ്സേറിയ മഹത്വത്തിനകത്ത് ഇന്ന് പകൽ ചിലത് തുറന്നു വരുന്നു, ചിലത് തുറന്നു വരുന്നു. ഓ റബ ശംദന രഗദന വൈഡമന ഹൂഡറലബ ശംദന രഗദന റിവലബ ശംദന രഗദ. ഓ തേജസ്സേറിയത, തേജസ്സേറിയത, തേജസ്സേറിയത. ഇന്ന് പകൽ ദൈവ കുഞ്ഞൻ നിന്നെ ഒതുക്കാൻ പറ്റുകയില്ല, നിന്നെ ഒതുക്കാൻ പറ്റുകയില്ല, നിന്നെ ഒതുക്കാൻ പറ്റുകയില്ല, നിന്നെ ഒതുക്കാൻ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നിന്നെ ഒതുക്കാൻ പറ്റുകയില്ല, നിന്നെ ഒതുക്കാൻ പറ്റുകയില്ല. നിന്നെ ഒതുക്കാൻ നോക്കുന്നവർ കാറ്റിനെ പിടിക്കാൻ പോകുന്നത് പോലെയാ. പുതിയ നിയമത്തിൽ അവൻ നിന്നെ കാറ്റുകളാക്കി. ദൈവകുഞ്ഞ നിന്നെ കാറ്റാക്കിയത് പിശാച്. കാറ്റിനൊരു പ്രത്യേകതയുണ്ട്. കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്നോ എങ്ങോട്ട് പോകുന്നെന്നോ ആർക്കും കണക്ക് കൂട്ടാൻ പറ്റുകയില്ല. പക്ഷെ ഇന്ന് പകൽ സ്വർഗം പറയാ, ഈ തേജസ്സേറിയ മഹത്വം നിന്നെ മേലിട്ടിട്ട് നിന്നെ ഒരു കാറ്റാക്കി മാറ്റുകയാ. നിന്റെ ചലനങ്ങൾ ഈ ലോകത്തിന്റെ ശക്തിക്ക് അറിയാൻ പറ്റില്ല. നിന്റെ മേലുള്ള ആമേൻ സ്തോത്ര ഹല്ലേലൂയ. വചനം പറയുന്നു,
ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശയുടെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെയും അവർ, ആമേൻ, സ്തോത്ര, ഇരിക്കുന്നുവല്ലോ. ക്രിസ്തുവിൽ അത് നീങ്ങിപ്പോകും. ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയങ്ങളിൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആമേൻ. എന്നാൽ ആമേൻ, സ്തോത്രം, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ഇന്ന് പകൽ, ഹല്ലേലൂയ, നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ആ കർത്താവിൻ്റെ ശരീരമായി, ആമേൻ, ക്രിസ്തുവായി നമ്മൾ, ആമേൻ, നമ്മളെ കാണുന്നവർ, ആമേൻ, കർത്താവിനെ കാണത്തക്ക നിലകളിൽ ദൈവം നമ്മളെ ആ തേജസ് കൊണ്ട് പൊതിയുകയാണ്. ആ തേജസ്സേറിയ മഹത്വം ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും അടയട്ടെ. ഇന്ന് പകൽക്കാലം പറഞ്ഞ അപ്പാ, ഞങ്ങളെ തേജസ്സേറിയ മഹത്വമാക്കി മാറ്റണം. ക്രിസ്തുവിൻ്റെ മേൽ വ്യാപരിച്ച അതേ തേജസ് ഇന്ന് പകൽ ഈ പട്ടണത്തിനകത്ത്, ഈ ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് ദൈവകുഞ്ഞൻ എന്നെയും നിങ്ങളെയും ദൈവം നിർത്തിയിരിക്കുന്നത്, ആമേൻ, സ്തോത്രം, ലോക സ്ഥാപനത്തിനു മുൻപേ കർത്താവിൽ നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മൾ നിഷ്കളങ്കരും വിശുദ്ധരുമായി, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഈ പട്ടണത്തിൽ എൻ്റെ കർത്താവിനു വേണ്ടി തേജസ്സോടെ നിൽക്കണമെന്നല്ല, തേജസ്സേറിയ മഹത്വം മറ്റാർക്കും കൊടുക്കാതെ, ഒന്നാമത്തെ പ്രമാണത്തിന് കൊടുക്കാത്ത ചിലത് രണ്ടാമത്തേതിനു വേണ്ടി ദൈവം നീക്കിവെച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ അത് നമുക്ക് തന്നിരിക്കുകയാ. ഹല്ലേലൂയ. സമയം വ്യർത്ഥമാക്കി കളയരുത്. ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. ദൈവകുഞ്ഞ, നിന്റെ മേൽ കിടക്കുന്ന ഈ തേജസ്സേറിയ മഹത്വത്തെ നീ പ്രകാശിപ്പിക്കാമെങ്കിൽ, നിന്റെ മേൽ ഈ തേജസ് വെളിപ്പെട്ടാൽ, വചനം പറയുന്നു, ഒന്നും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. ഒരു ശക്തിയും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. ഒന്നും നിന്റെ കുടുംബത്തിന് നേരെ നിൽക്കത്തില്ല. ഒന്നും നിന്റെ തലമുറയ്ക്ക് നേരെ നിൽക്കത്തില്ല. ഈ പട്ടണത്തിൽ ദൈവം വച്ചിരിക്കുന്ന അവകാശം, ഹല്ലേലൂയ, ഇന്ന് പകൽ ഞാൻ പറയും, സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണോ? സ്വർഗത്തിൽ മാത്രമല്ല, ഈ ഭൂമിയിലും നീ അനുഗ്രഹിക്കപ്പെടും. ഈ ഭൂമിയിൽ കുഞ്ഞ നീ അനുഗ്രഹിക്കപ്പെടും. ഈ ഭൂമിയിൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഈ ഭൂമിയിൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അനുഗ്രഹത്തിന് വിരോധമായി നിനക്ക് നേരെ വെല്ലുവിളിക്കുന്ന സാത്താന്യ സാമ്രാജ്യങ്ങൾ ഇന്ന് പകൽ ഈ തേജസ്സിന്റെ മുമ്പിൽ ഇന്ന് പകൽ അത് വീഴുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നീ നന്മ അനുഭവിക്കാതെ നിന്നെ ഞെരുക്കിയ, നിന്നെ ഞരക്കിയ, നിന്നെ ഭാരപ്പെടുത്തിയ, നിന്നെ മുറിപ്പെടുത്തിയ, നിന്നെ വേദനപ്പെടുത്തിയ സകല നിരാശയുടെ മണ്ഡലങ്ങളും ഇന്ന് പകൽ ഈ തേജസ്സിന്റെ മുമ്പിൽ, ഈ തേജസ്സേറിയ മഹത്വത്തിന്റെ മുമ്പിൽ ഇന്ന് പകൽ അത് വീഴുകയാണ്. വീഴുകയാ, അത് വീഴുകയാണ്. ദൈവകുഞ്ഞെ, ഇന്ന് പകൽ അത് വീണെങ്കിൽ നീ വീഴത്തില്ല. ദൈവകുഞ്ഞെ, നീ വീഴത്തില്ല. നീ വീഴേണ്ടത്, നിന്റെ വിരോധി ഇന്ന് പകൽ വീഴും. അന്ധകാര ശക്തികൾ നിന്റെ മുമ്പിൽ വീഴും. നീ വീഴത്തില്ല. നീ വീഴുമെന്ന്, നിന്നെ വീഴ്ത്തിക്കളയുമെന്ന് വെല്ലുവിളിക്കുന്ന ശക്തികൾ ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിൽ, ഈ തേജസ്സേറിയ മഹത്വത്തിന്റെ മുമ്പിൽ അത് വീഴുകയാണ്. വീഴുകയാ, വീഴുകയാ, വീഴുകയാ. Glory to God, glory to God, glory to God. Thank you, Father, thank you, Father, thank you, Father. Thank you, Appa. ഇന്ന് പകൽ
ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, ഇനി ഞാൻ ജീവിക്കുന്നു എങ്കിൽ ഈ തേജസ്സേറിയ മഹത്വത്തിലായിരിക്കും. ദൈവകുഞ്ഞെ, ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് പിശാചിൻ്റെ കുടുക്കുകളിൽ കുടുങ്ങിയിരിക്കണമെന്നല്ല. ദൈവം പറയുക, നീ തേജസ്സേറിയ മഹത്വമാണ്. എൻ്റെ തേജസ്സേറിയ മഹത്വം ഞാൻ ഇട്ടിരിക്കുന്നത് ദൂതന്മാരുടെ അടുക്കലല്ല. ഇന്ന് പകൽ നിങ്ങൾക്കറിയാമോ, ദൂതന്മാർ നിങ്ങളെ കണ്ട ആശ്ചര്യത്തോടെ നിൽക്കുക. ഇന്ന് പകൽ നിങ്ങൾ ദൂതനെ കാണാൻ വേണ്ടി നിൽക്കുക. ദൂതനെ കണ്ടാൽ നിങ്ങൾ ആശ്ചര്യപ്പെടില്ല. ഇന്ന് പകൽ എണ്ണിക്കൂടാത്ത ദൂത സഞ്ചയം നിങ്ങളെ നോക്കി നിങ്ങളെ നോക്കി അത്ഭുതത്തോടെ ഇരിക്കുക. എന്താ നിങ്ങളുടെ മേൽ കിടക്കുന്നത്? ഒരു മഹത്വം കിടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചുറ്റും ദൂതന്മാർ നിൽപ്പുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ യാത്ര ചെയ്യുന്നത്. ദൂതന്മാർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. കാരണം എന്താ? ഈ അതിമഹത്തായ തേജസ് ഇന്ന് പകൽ സ്വർഗം നിക്ഷേപിച്ചിരിക്കുന്നത് നിങ്ങളുടെ മേലാ. നിങ്ങളുടെ മേലാ. പിശാചിനല്ല നിങ്ങളെ കുറിച്ച് പ്രതീക്ഷ. ഇന്ന് പകൽ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഒരു പ്രതീക്ഷ. ദൈവത്തിന്റെ നിക്ഷേപം നിങ്ങളുടെ മേലെ കിടക്കുന്ന വചനം പറയുന്നു. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ നിക്ഷേപം നിങ്ങളുടെ മേലിട്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ഹൃദയം നിങ്ങളുടെ മേലെ കിടക്കുന്ന. ദൈവത്തിന്റെ ഹൃദയം നിങ്ങളുടെ മേലാ. ഇന്ന് പകൽ പറ, ദൈവമേ, ദൈവത്തിന്റെ ഹൃദയം എൻ്റെ മേലാ കിടക്കുന്നത്. ആ തേജസ്സേറിയ മഹത്വം, ആ തേജസ്സേറിയ മഹത്വം. ഇന്ന് പകൽ ഇതിനകത്ത് ആരുടെയൊക്കെ മേൽ ദൈവത്തിൻ്റെ മഹത്വം, അവൻ്റെ മഹത്വം വീഴുകയാ. അണയാത്തൊരു തീ, അണയാത്തൊരു തീ ചിലരുടെ മേലങ്ങ് വീഴുക, ചിലരുടെ മേൽ വീഴുകയാ. അണയാത്തൊരു തീ വീഴുകയാ, അണയാത്തൊരു തീ വീഴുക. നീ വീട്ടിൽ പോയാലും ഈ തീ അണയത്തില്ല. രാത്രിയുടെ യാമങ്ങൾ ഈ തീ കത്തും. ഈ തേജസ്സേറിയ മഹത്വം ഇത് കത്തും. ഇത് അണക്കാൻ പറ്റില്ല, ഇത് അണക്കാൻ പറ്റില്ല. വാക്കുകൾ കൊണ്ടോ പിശാചിന്റെ തീയമ്പുകൾ കൊണ്ടോ ഇത് അണക്കാൻ പറ്റുകയില്ല. ഇത് ദൈവകുഞ്ഞൻ, നീ സ്തോത്രം പറയുമ്പോൾ ഈ തേജസ് കത്തും, ഈ തീ കത്തും. സ്തോത്ര 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 സ്തോത്ര. ഈ തീ കത്തി 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 നിന്റെ തലമുറക്കകത്ത് ഈ തീ കത്തും. ഈ തലമുറക്കകത്ത് തീ കത്തും. തലമുറകൾക്കകത്തു തീ കത്തും. തലമുറക്കകത്തു ദൈവത്തിന്റെ തീ കത്തും. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ആൻറ്റിയുടെ തലമുറകളുടെ മേൽ തേജസ് വീഴും കേട്ടോ. ഓ, സ്വർഗം നിങ്ങളെ കൈവിടത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തലമുറ മേൽ ഈ തേജസ്സേറിയ മഹത്വം, നിങ്ങളുടെ തലമുറ മേൽ ആ തീ വീഴും. ആ തലമുറക്കകത്ത് ഈ തേജസ് വീഴും. ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. ആ തേജസ് വീഴുന്നത് നിങ്ങൾ കാണും. തലമുറകൾ ലോകത്തിനുള്ളതല്ല, ആ തലമുറ ദൈവത്തിനുള്ളതാ. ഇന്ന് പകൽക്കാലം ഒരു പകർച്ച ആ തലമുറകളുടെ മേൽ വീഴുകയാ. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മാത്യു പാസ്റ്റർ മുമ്പോട്ട് വന്ന പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനാഥ ദൈവമേ, സ്വർഗ്ഗസ്ഥൻ നല്ല പിതാവേ, കർത്താവേ, നല്ല വിശുദ്ധ കാലവടിങ്ങൾക്ക് ഒന്നിച്ച് കർത്താവെ സഭായോഗമായി കൂടി വരുവാൻ
കർത്താവെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. ഇന്ന് പൽക്കാലം അങ്ങേ ആരാധിപ്പാൻ എല്ലാവരും അവിടുന്ന് ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ നിന്റെ മക്കളെ അവിടുന്ന് കൂട്ടിവരുത്തിയതിനായി സ്തോത്രം. ഇന്ന് പൽക്കാലം കർത്താവെ ഞങ്ങളുടെ ദാസനോടെ കർത്താവെ അവിടുന്ന് സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവെ ഹാലയിൽ അവിടുന്ന് സംസാരിപ്പാൻ സ്വർഗ്ഗം അവിടുന്ന് ബലപ്പെടുത്തുകയും അവിടുന്ന് ശക്തീകരിക്കുകയും ചെയ്ത കൃപയ്ക്കായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന സ്തോത്രം. കർത്താവെ പിന്നെ നിന്റെ ദാസനോട് ശക്തീകരിക്കണം, ബലപ്പെടുത്തണമേ കർത്താവെ. ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ, ജീവിതത്തിൽ കർത്താവ് വിടുതലുമായി തീരുവാൻ കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ ദാസനെ പിന്നെയും അവിടുന്ന് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലേലൂയ കർത്താവെ, ആത്മാവിൻ്റെ ശുശ്രൂഷ കർത്താവെ ഹാലേലൂയ കർത്താവെ, ആത്മാവിൽ അത് ചെയ്യും.